പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനടം ഞണ്ടുകുളം പാലത്തിലാണ്. ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇവിടെ ഒരു കാറ് രാവിലെ വന്നിട്ട് കാറ് കുടുങ്ങിപ്പോയി. അവർക്ക് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റോഡും പരിസരമൊന്നും അവർക്ക് അങ്ങനെ അറിയത്തില്ലെന്ന് തോന്നുന്നു. അവരുടെ വാഹനം കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് ചെല്ലാം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഫിൻജാൽ ചുഴലിക്കാറ്റ് കരതൊട്ടപ്പം തൊട്ട് നമ്മുടെ തമിഴ്നാട്ടിനോടടക്കം കേരളത്തിലും എല്ലാം കനത്ത മഴയായിരുന്നു. ഇന്നലെ കോട്ടയം ജില്ലയിലും നമ്മുടെ പുതുപ്പള്ളിയിലും എല്ലാം സന്ധ്യയോട് അടുപ്പിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കനത്ത മഴ അങ്ങ് പെയ്തു. രാത്രി തന്നെ പലയിടത്തും വെള്ളം ഉയർന്നായിരുന്നു. ഞാൻ രാത്രി പാലത്തിൻ്റെ അവിടെ വന്നതാണ്. അന്നേരത്തിന് ജലനിരപ്പ് ഉയരുന്ന കണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. ഇന്ന് വെളുപ്പിനെ വന്നൊരു കാറുകാരാണ്. ഇവർക്കത്ര ഈ റൂട്ട് അത്ര നിശ്ചയമല്ല. അവർ വെള്ളത്തിലിറങ്ങിയതാണ്. വണ്ടി കുടുങ്ങിപ്പോയി. പുതുപ്പള്ളിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ, കൈതേപ്പാലം, അതുപോലെ പന്നിക്കോട്ട് പാലം, ലക്ഷംവീട് കോളനി, അതുപോലെ പുതുപ്പള്ളി പള്ളിയുടെ പരിസരങ്ങളെ, അമ്പാട്ടുകടവ്, അങ്ങനെ പൂലാമ്പറമ്പിലൊക്കെ ഇപ്പോൾ ഒത്തിരി വീടുകളിൽ വെള്ളം കയറി. വെളുപ്പിനെ 4 മണി തൊട്ട് വെള്ളം കയറിയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പോലും പറ്റത്തില്ല. അതുപോലെ വെള്ളമാണ്. പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ ഓടത്തില്ല. ഇപ്പം രാവിലെ പോലീസുകാരൊക്കെ വന്നാണ് ഇവിടുന്ന് കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. വിശദവിവരങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെ ആരുമില്ല. കാറിൻ്റെ ഉടമകൾ ആരും ഇവിടെ ഇല്ല. ആർക്കും അപകടമൊന്നും പറ്റാതിരുന്നാൽ മതി. കാരണം ഇതൊക്കെ മഴ മുന്നറിയിപ്പൊക്കെ പോലീസ് കൊടുത്തതാണ്. അതുപോലെ ഇന്നലെ തന്നെ കളക്ടർ ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. മുൻകരുതലെടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളെല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ വലത് സൈഡിലൊരു ആക്രിക്കടയാണ്. അവിടുത്തെ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഇങ്ങനെ വെള്ളം 1-2 പ്രാവശ്യമൊക്കെ വെള്ളം മുങ്ങിയപ്പോഴത്തേനും അവരൊരു മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് പോയ പുത്തമ്പരപ്പടി വരെയും രൂക്ഷമായ വെള്ളമാണ്. ഇതുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണാം. ഇവിടെ ഈ ഭാഗത്താണ് വെള്ളം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഇവിടെ എല്ലാം മിക്ക വീടുകളെല്ലാം ചില ഉയർത്തിയാണ് അവർ കെട്ടിയിരിക്കുന്നത്. എങ്കിലും വീടിൻ്റെ മുറ്റം മുഴുവൻ വെള്ളത്തിലാണ്. മഴ ഇന്നും കൂടെ ശക്തിയായിട്ട് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ്. ഇവിടെ നിന്നൊക്കെയുള്ള വെള്ളങ്ങൾ മറ്റുള്ള താഴ്ന്ന പ്രദേശം കുമരകം തിരുവാർപ്പ് സൈഡിലേക്കൊക്കെയാണ് ഇവിടുന്ന് പിന്നെ വെള്ളം ഇറങ്ങുന്നത്. അവിടെയൊക്കെ നാളത്തേനൊക്കെ അവിടെ രൂക്ഷമായ വെള്ളമായിരിക്കും. കഴിവതും ഇതുപോലെയുള്ള വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വാഹനമായിട്ട് ഇറങ്ങരുത്. കാരണം കുറച്ച് വെള്ളമുള്ളതെന്ന് വെച്ച് നമ്മൾ ഇറങ്ങുമ്പോഴത്തേന് വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.